सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदाय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितप्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरि ओम। ओम शं नो मित्रः शं वरुणः शं नो भवत्तुर्यमां शं न इन्द्रो बृहस्पतिः शं नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि। हृदं वदिष्यामि सत्यं वदिष्यामि तन्मामवधु तद्वक्तारमवधु अवधु माम् अवधु वक्तारम्। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। കൃഷ്ണയജുർവേദീയ തൈത്തരീയ ഉപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലി അനുവാകം 8, 9 ഇവയാണ് ഇനി നമ്മൾക്ക് കാണാനുള്ളത്. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എല്ലാ സാധകരെയും ബ്രഹ്മാനന്ദവല്ലി അനുവാകം 8 നമ്മൾക്ക് പഠനം ആരംഭിക്കാം. ബ്രഹ്മാനന്ദ മീമാംസ എന്നാണ് ഈ അനുവാകത്തിൻ്റെ പേര്. അനുവാകം 8 പാരായണം ചെയ്യാൻ നമ്മൾ പകുതി വരെ കണ്ടിരുന്നു. അതുവരെ നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. ഭീഷാസ്മാദ്വാദപ്പവദേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി സൈഷാനന്ദസ്യ മീമാഗുംസാ ഭവതി യുവാസ്യ സാധു യുവാധ്യായകഃ ആശിഷ്ടോ ദൃഢിഷ്ഠോ ബലിഷ്ഠഃ തസ്യേയം പൃഥിവീ സർവാ വിത്തസ്യ പൂർണ്ണാസ്യ സ ഏകോ മാനുഷാനന്ദഃ തേ ശതം മാനുഷാ ആനന്ദാഃ स एको मनुष्यगन्धर्वाणामानन्दः श्रोत्रियस्य च कामहदस्य ते शतं मनुष्यगन्धर्वाणामानन्दः स एको देवगन्धर्वाणामानन्दः श्रोत्रियस्य च कामहदस्य ते शतं देवगन्धर्वाणामानन्दाः स एकः पितॄणां चिरलोकलोकानामानन्दः श्रोत्रियस्य च कामहदस्य ते शतं पितॄणां चिरलोकलोकानामानन्दाः स एकः आजानजानां देवानामानन्दः श्रोत्रियस्य च कामहदस्य ते ശതമാജാനജാന ദേവാനാമാനന്ദഃ. ഇവിടെ വരെയാണ് അനുവാകം 8 പാരായണം ചെയ്യാൻ നമ്മൾ പഠിച്ചത്. അതിനുശേഷമുള്ളത് അനുവാകം നമ്മൾ പദങ്ങൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ബ്രഹ്മാനന്ദ മീമാംസ അനുവാകം 8 നമ്മൾ വ്യാഖ്യാനം ആദ്യം തുടങ്ങിയിരുന്നു. ആനന്ദമീമാംസ വിചാരം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പോൾ എല്ലാ ദേവതകളും അവയുടെ ധർമ്മം ചെയ്യുന്നത് ഭഗവാനെ ഭയന്നിട്ടാണ്. ഭഗവാന്റെ പ്രേരണയാൽ എല്ലാവരും അവയുടെ ധർമ്മം ചെയ്യുന്നു. അത് നമ്മൾ ആദ്യം കണ്ടിരുന്നു. വിഷാസ്മാദ് വാദപ്പവതേ
ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിച്ഛേന്ദ്രച്ഛ മൃത്യുർധാവതി പഞ്ചമ ഇതി. അവിടെ വരെ നമ്മൾ കണ്ടിരുന്നു. ആനന്ദമീമാംസ ആരംഭിക്കുകയായിരുന്നു. അടുത്ത വരി സൈഷാനന്ദസ്യ മീമാഗുംസ ഭവതി. സ ഏഷ ആനന്ദസ്യ മീമാഗുംസ ഭവതി. ഇവിടെ ആനന്ദമീമാംസ അല്ലെങ്കിൽ പൂജിത വിചാരം ഇവിടെ തുടങ്ങുകയാണ്. അതായത് ആനന്ദസ്വരൂപനായ പരമാത്മാവ് എല്ലാവരിലും ഉള്ളതിനാലാണ് എല്ലാവരും അവരവരുടെ ധർമ്മം ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. ആനന്ദമീമാംസ എന്നതുകൊണ്ട് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ആനന്ദസ്വരൂപനായ ബ്രഹ്മൻ അല്ലെങ്കിൽ പരമാത്മാവ് എല്ലാവരുടെ ഉള്ളിൽ ഉള്ളതിനാലാണ് എല്ലാവരും അവരവരുടെ ധർമ്മം ചെയ്യുന്നത്. ആരൊക്കെയാണ് എല്ലാവരും? സർവ്വജീവരാശികളും അല്ലേ? മഴ പെയ്യുന്നത്, കാറ്റടിക്കുന്നത് അല്ലേ, എല്ലാ സർവ പ്രപഞ്ചത്തിൽ അല്ലേ ഒരു അണുപോലും അതിൻ്റെ ധർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൽ ചൈതന്യമുള്ളത് കൊണ്ടാണ്. അതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് ആനന്ദ മീമാംസ അല്ലേ, അല്ലെങ്കിൽ പൂജിത വിചാരം. ഇവിടെ എന്തിനു വേണ്ടി ഇത് പറയുന്നു അല്ലേ? ഈ ആനന്ദമീമാംസ എന്തിനു വേണ്ടിയാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറയുന്നത്? എഴുതിക്കോളൂ. 3 കാരണമാണ്. അത് ഉപനിഷത്തിലില്ല, ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ പറയുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ വല്ലിയുടെ അവസാനം എത്തിയപ്പോൾ ഈ പൂജിത വിചാരം നടത്തുന്നത്. അതിന് കാരണം, ഒന്നാമത്തെ കാരണം, നാമാകുന്ന സാധകർക്ക് പരമാത്മാവ് ആനന്ദസ്വരൂപനാണ് എന്ന് ആ ലക്ഷണം ഉറയ്ക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടി? നമ്മൾ ദുഃഖിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ ആ ആനന്ദസ്വരൂപിയായ അല്ലേ, ഏതു പ്രതിസന്ധിയിലും തൻ്റെ ആ സ്വരൂപത്തെ കൈവിടാത്ത പരമാത്മ ചൈതന്യം എന്നിലുണ്ട്, ഞാൻ എന്തിനു ദുഃഖിക്കുന്നു, ഭഗവാൻ എന്നോടൊപ്പം ഉള്ളപ്പോൾ അല്ലേ, ഭഗവാൻ എപ്പോഴും എന്നോടൊപ്പമുണ്ട് എന്ന് നമ്മൾക്ക് ഉറച്ച ബലം കിട്ടാൻ വേണ്ടിയാണ് തൈത്തിരീയ ഉപനിഷത്തിൻ്റെ ഈ ഭാഗത്ത് ആനന്ദമീമാംസ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം, താല്പര്യമുള്ളവർ എഴുതുക. ഒന്നാമത്തെ കാരണം ആനന്ദ ബ്രഹ്മസ്വരൂപം, പരമാത്മാവിൻ്റെ ആനന്ദം എന്ന സ്വരൂപം നമ്മളുടെ ബുദ്ധിയിൽ ഉറയ്ക്കാൻ. എന്തിനു വേണ്ടി? ബുദ്ധിയിൽ ഇത് ഉറച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ദുഃഖം വരുമ്പോൾ ഞാൻ എന്തിനു ദുഃഖിക്കുന്നു അല്ലേ, എൻ്റെ ശരീരത്തിനാണ് ദുഃഖം, മനസ്സിനാണ് ദുഃഖം, പക്ഷേ എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാൻ ദുഃഖിക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു ദുഃഖിക്കുന്നു? ഭഗവാൻ അല്ലേ, നമ്മൾ എപ്പോഴും ചെറുപ്പം മുതലേ ചൊല്ലുന്നതാണ്, ഈശ്വരൻ കൂടെ ഉള്ളപ്പോൾ ആശ്രയം മറ്റവരാണോ നാം എന്നല്ലേ. ആ ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്ന് നമ്മുടെ ബുദ്ധിയിൽ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അത് ഒന്നാമത്തെ കാരണം. ഇനി ആനന്ദമീമാംസ വിചാരം ചെയ്യുവാനുള്ള രണ്ടാമത്തെ കാരണം വൈരാഗ്യ സ്തുത്യർത്ഥം. വൈരാഗ്യ സ്തുത്യർത്ഥം, അതായത് വൈരാഗ്യം അറിയാമല്ലോ, വിരക്തി അല്ലേ, അതായത് നശിക്കുന്ന ഈ ലോകഭോഗങ്ങളോടുള്ള ഇഷ്ടമില്ലായ്മ അല്ലേ, അതാണ് വിരക്തി എന്നതുകൊണ്ട്. വൈരാഗ്യ സ്തുത്യർത്ഥം, സ്തുത്യർത്ഥം എന്ന് വെച്ചാൽ വൈരാഗ്യത്തിനെ പുകഴ്ത്തുവാൻ, നമുക്ക് വളർത്തുവാൻ വേണ്ടി. നമ്മുടെ കഴിവുകൊണ്ടല്ല നാം ജീവിക്കുന്നത്, പരമാത്മാവ് ഉള്ളതുകൊണ്ടാണ് നാം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരം മാറ്റി ശരീരത്തോടും ലോകത്തോടും വിരക്തി ഉണ്ടാകുവാൻ. ഒന്നുകൂടെ പറയാം, നമ്മുടെ കഴിവുകൊണ്ടല്ല നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, പരമാത്മാവ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരം മാറ്റി ശരീരത്തോടും ലോകത്തോടും വിരക്തി ഉണ്ടാകുവാൻ. അതാണ് രണ്ടാമത്തെ കാരണം. അപ്പോൾ ആനന്ദ ബ്രഹ്മസ്വരൂപ ലക്ഷണം ഒന്നാമത്തെ കാരണം.
രണ്ടാമത്തെ കാരണം വൈരാഗ്യ സ്തുത്യർത്ഥം. മൂന്നാമത്തെ കാരണം അതുകൂടെ ഉള്ളൂ. മൂന്നാമത്തെ കാരണം ജീവ ബ്രഹ്മ ഐക്യർത്ഥം. ജീവബ്രഹ്മ ഐക്യർത്ഥം, ഐക്യം. അതായത് സർവജീവികളിലും കുടികൊള്ളുന്നത് പരമാത്മാവ് മാത്രമാകുന്നു. ജീവൻ വേറെയല്ല, പരമാത്മാവ് വേറെയല്ല എന്ന് ആനന്ദമീമാംസ പഠിപ്പിക്കുന്നു. യാജ്ഞവൽക്യ മഹർഷി നമ്മളെ പഠിപ്പിക്കുന്ന ഈ 3 കാരണങ്ങളാണ്. ഒന്ന്, ഭഗവാൻ എപ്പോഴും ആനന്ദ സ്വരൂപിയാണ്, ഞാൻ ദുഃഖിക്കരുത്, മാശുച. രണ്ടാമത് വൈരാഗ്യസ്തുത്യർത്ഥം, ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ഞാനുള്ളത്, അതുകൊണ്ട് പരമാത്മാവിനോടായിരിക്കണം എനിക്ക് പ്രേമം, അല്ലേ, എനിക്ക് താതാത്മ്യം, അല്ലാതെ ഈ അഹങ്കാരമായ ഈ ശരീരത്തിനോടല്ല. അതിന് വിരക്തി നൽകുവാൻ വേണ്ടി രണ്ടാമത്തെ കാരണം. ആനന്ദമീമാംസ യാജ്ഞവൽക്യ മഹർഷി പഠിപ്പിക്കാനുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ജീവബ്രഹ്മ ഐക്യർത്ഥ്യം, പരമാത്മാവ് തന്നെയാണ് എല്ലാ ജീവികളിലും കുടികൊള്ളുന്നത്. ആ ഏകമായ ഒരു സത്യം മാത്രമേ ഉള്ളൂ. അത് നമ്മളുടെ ബുദ്ധിയിൽ ഉറപ്പിക്കാൻ വേണ്ടി ആനന്ദമീമാംസ. ഇങ്ങനെ 3 കാരണങ്ങളാണ് ആനന്ദമീമാംസ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ മുതൽ ആരംഭിക്കുകയാണ് സൈഷാനന്ദസ്യ മീമാഗുംസ ഭവതി എന്ന്. നമുക്ക് മന്ത്രത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. യുവാസ്യാത് സാധു യുവാധ്യായകഃ, യുവാസ്യാത് സാധു യുവാധ്യായകഃ. മനുഷ്യ ശരീരത്തിൽ പരമാവധി അനുഭവിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് ഇവിടെ ചർച്ച തുടങ്ങുകയാണ്. എന്താണ്? മനുഷ്യ ശരീരത്തിൽ മാക്സിമം, അല്ലെ, പരമാവധി അനുഭവിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് ഇവിടെ ചർച്ച തുടങ്ങുകയാണ്. യുവ എന്ന് വെച്ചാൽ യുവാവ്. സാധു യുവാധ്യായകഃ, എങ്ങനെയുള്ള യുവാവ്? ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു യുവാവ്, ആ യുവാവിൻ്റെ ലക്ഷണമാണ് എങ്ങനെയുള്ള യുവാവ്? സാധുവായ ഒരു യുവാവ്. സാധു എന്ന് വെച്ചാൽ ഇവിടെ വേദോക്ത കർമ്മകാരി, എഴുതിക്കോളൂ, വേദ ഉക്ത കർമ്മകാരി. സാധു എന്ന വാക്കിൻ്റെ അർത്ഥമാണ്, അല്ലേ, സമസ്ത സാധു മണ്ഡലിക്ക് ജയ് എന്നൊക്കെ പറയാറുണ്ട്. എല്ലാ സാധുക്കൾക്കും വിജയിക്കട്ടെ എന്ന്. അതായത് സാധു എന്നാൽ വേദ ഉക്ത കർമ്മകാരി, അതാണ് സാധു. വേദോക്ത കർമ്മകാരി എന്ന് വെച്ചാൽ വേദം പറയുന്നതിൽ, അല്ലെങ്കിൽ വേദം എന്താണോ എന്നോട് പറയുന്നത്, പഠിപ്പിക്കുന്നത്, അതിൽ ശ്രദ്ധയോടെ ജീവിക്കുന്നവൻ. വേദം എന്തു പറയുന്നു അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് നയിക്കുന്നവൻ, അതാണ് വേദോക്ത കർമ്മകാരി. വേദം പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവൻ. യുവാസ്യാദ്, അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഭാവന ചെയ്യുക. ഒരു യുവാവ്, എങ്ങനെയുള്ള യുവാവ്? സാധുവായ ഒരു യുവാവ്. യുവാസ്യാദ് സാധുവായ ഒരു യുവാവ്. അധ്യായകഃ, അല്ലേ, യുവാസ്യാദ് യുവാധ്യായകഃ. ഉണ്ടവിടെ. അധ്യായകഃ എന്ന് വെച്ചാൽ വേദത്തെ നന്നായി പഠിക്കുന്നവൻ, അതാണ് അധ്യായകഃ. വേദം നന്നായി പഠിക്കും, അല്ലേ. നമ്മൾ അധ്യാപിക, അധ്യയനം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെ. ഇപ്പോൾ ഇവിടെ അധ്യായകഃ എന്ന് വെച്ചാൽ വേദം നന്നായി അധ്യയനം ചെയ്യുന്നവൻ. അധ്യയനം ചെയ്യുന്ന വെച്ചാൽ പഠിക്കുക. ടു സ്റ്റഡി അവർ സ്ക്രിപ്റ്റേഴ്സ്, അതാണ് വേദം നന്നായി പഠിക്കുന്നവൻ. ഇപ്പോൾ ഒരു മനസ്സിൽ ഭാവന ചെയ്യുക, ഒരു വേദവിദ്യാർത്ഥി, ഒരു ബ്രഹ്മചാരി, അല്ലേ, യുവാവായിരിക്കുന്നു. ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ഠ. അടുത്ത വാക്കും ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ഠ. ആശിഷ്ടൻ,
ആ യുവാവ് എങ്ങനെയുള്ളതാണ്? ഇനി ആ യുവാവിൻ്റെ സ്വഭാവ സവിശേഷതകൾ പറയുകയാണ്. ആശിഷ്ടൻ. ആശിഷ്ടൻ എന്ന് വെച്ചാൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള, അല്ല യുവാവായിരിക്കുമ്പോൾ നല്ല ഊർജ്ജസ്വലരായിട്ടില്ലോ, ആ ഊർജ്ജസ്വലതയാണ് ഇവിടെ പറയുന്നത് ആശിഷ്ടൻ. ആശിഷ്ടോ ദൃഢിഷ്ടോ, അടുത്ത വാക്ക് ദൃഢിഷ്ടൻ. ദൃഢിഷ്ടൻ എന്ന് വെച്ചാൽ ധൈര്യശാലി, അതാണ് ദൃഢിഷ്ടൻ, നല്ല ധൈര്യമുള്ളവൻ. യുവാക്കന്മാർക്ക് അവർ വലിയ അഡ്വഞ്ചർ ആയിരിക്കും അല്ലേ, എന്തും ചെയ്യാനും ഒരു ഭയവുമില്ല, അതാണ് ദൃഢിഷ്ടൻ, ധൈര്യശാലി. ബലിഷ്ഠ, അടുത്തത് ബലിഷ്ഠൻ, നല്ല ബലവാൻ അല്ലേ, അതായത് ശരീരാരോഗ്യം അല്ലേ. യുവാവായിരിക്കുമ്പോൾ അവർക്ക് നല്ല ശരീരമെല്ലാം നല്ല ഉത്സാഹമായിരിക്കും, ആരോഗ്യമുള്ള ശരീരമായിരിക്കും, അതാണ്. അപ്പോൾ ഈ യുവാവ്, അപ്പോൾ യുവാവിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നു: സാധു, അധ്യായകൻ, പിന്നെ ആശിഷ്ടൻ, ദൃഢിഷ്ടൻ, ബലിഷ്ഠൻ. തസ്യേയം, അടുത്ത വാക്ക് പൃഥിവീ സർവാ വിത്തസ്യ പൂർണ്ണാ സ്യാത്. തസ്യേയം പൃഥിവീ സർവാ വിത്തസ്യ പൂർണ്ണാ സ്യാത്. തസ്യേയം, അവന്, പൃഥിവീ സർവാ വിത്തസ്യ പൂർണ്ണാ സ്യാത്, സർവഭൂമിയും അവൻ്റെ കയ്യിലിരിക്കുന്നു. അതായത് ഈ ആശിഷ്ടനും ദൃഢിഷ്ടനും ബലിഷ്ഠനും ഒക്കെ ആയ ഈ യുവാവ് എന്താണ്? പൃഥിവീ സർവാ വിത്തസ്യ പൂർണ്ണാ സ്യാത്, അതായത് പ്രപഞ്ചത്തിലുള്ള സർവഭോഗവും അവന് അനുഭവിക്കാൻ സാധിക്കുന്നു അല്ലേ. അതാണ് ആ യുവാവായിരിക്കുമ്പോൾ എന്ത് ഭക്ഷണം എന്തും കഴിച്ചാലും ദഹിക്കും അല്ലേ, എവിടെ പോകണമെന്ന് വിചാരിച്ചാലും ഏത് രാത്രിയിലും പോകാൻ സാധിക്കും. അത്ര നിശ്ചയബുദ്ധിയും ധൈര്യവും ശരീരത്തിന് ആരോഗ്യവും കാര്യങ്ങൾ വേഗം ചെയ്യുവാനുള്ള ഊർജ്ജസ്വലതയും ഉത്സാഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്താണ്? പ്രപഞ്ചത്തിലുള്ള സർവഭോഗവും, അതാണ് സർവാവിത്തസ്യ പൂർണ്ണാസ്യാത്, അവർക്ക് അനുഭവിക്കുവാനുള്ള പ്രായമാണ് യുവത്വം എന്നത്. ആ യുവാവ് സൈകോ മാനുഷ ആനന്ദ, അത് മനുഷ്യജന്മത്തിൽ അടയാൻ പറ്റുന്ന ഒരു പങ്ക് ആനന്ദമാണെന്ന്. അതായത് ഇവിടെ ബ്രഹ്മാനന്ദ മീമാംസ നടത്തുകയാണ്. ബ്രഹ്മാനന്ദവുമായി താരതമ്യം ചെയ്യുമ്പോൾ, പരമാത്മാവിൻ്റെ ആനന്ദവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ യുവാവ് അനുഭവിക്കുന്നത് വെറും 0.001% മാത്രമാണെന്ന്. അതായത് അതിൻ്റെ കോടിക്കണക്കിന് മടങ്ങ് ഇരട്ടിയാണ് ബ്രഹ്മാനന്ദം. അപ്പം ബ്രഹ്മാനന്ദവുമായി താരതമ്യം ചെയ്യുകയാണ്. ഇനി ഈ ഒരു ഹയറാർക്കിയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഒരു യുവാവ്, ഒരു മനുഷ്യജന്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാലഘട്ടമാണ് യുവത്വം എന്നത്. ആ യുവാവിന് ആ യുവത്വത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ആനന്ദം ബ്രഹ്മാനന്ദവുമായി താരതമ്യം ചെയ്യണം. ശ്രദ്ധിക്കണേ, ബ്രഹ്മാനന്ദവുമായി, അതായത് ജീവൻ മുക്തി ലഭിച്ച ഒരു മഹാത്മാവ് അനുഭവിക്കുന്ന ആനന്ദവും, അതാണ് ബ്രഹ്മാനന്ദം, മോക്ഷാനന്ദം. അതിൻ്റെ ഒരു പങ്ക് മാത്രമേ സർവപ്രപഞ്ചത്തിലെ എല്ലാ ഭോഗങ്ങളും അല്ലേ, അനേകം സുന്ദരിമാർ അല്ലേ, ഏക്കർ കണക്കിന് സ്ഥലം, മുറി മുഴുവൻ സമ്പത്ത്, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ ആ ഭോഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഇരട്ടിയാണ് അല്ലേ ബ്രഹ്മാനന്ദം. അപ്പം ബ്രഹ്മാനന്ദത്തിൻ്റെ വെറും ഒരു പങ്ക് മാത്രമാണ് ഈ യുവാവ് അനുഭവിക്കുന്നത്. അപ്പം ഇവിടെ മീമാംസ നടത്തുകയാണ്. ഏറ്റവും വലിയ ആനന്ദം ബ്രഹ്മാനന്ദമാണ്, ബാക്കിയെല്ലാം അതിൻ്റെ താഴെയാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞുതരാം. എന്തിനു വേണ്ടി? നമുക്ക് വൈരാഗ്യം ഉണ്ടാകാൻ, എന്തിനു? യുവത്വത്തിനോടോ അല്ലെങ്കിൽ അതിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ലഭിക്കുന്ന ഭോഗത്തിനെക്കാട്ടിലും എത്രയോ മടങ്ങ് ഇരട്ടിയാണ് ബ്രഹ്മാനന്ദം. അപ്പം നമ്മളുടെ വിരക്തി ഈ ശരീരത്തിനോടും താതാത്മ്യം ബ്രഹ്മാനന്ദത്തിനോടും ആകണം. അതാണ് പറയുന്നത്. സൈകോ മാനുഷാനന്ദം, അത് മനുഷ്യജന്മത്തിൽ അടയാൻ പറ്റുന്ന ഒരു പങ്ക് ആനന്ദം മാത്രമാണ്. ഇനി അടുത്തത്, ഇനി ഗ്രഡേഷൻ ഇങ്ങനെ വരികയാണ്. തേയേ ശതം മാനുഷ ആനന്ദാഹ, ഈ മനുഷ്യ ആനന്ദങ്ങൾക്ക് 100 മടങ്ങിരട്ടി ആനന്ദം
മറ്റൊരു കൂട്ടർ അനുഭവിക്കുന്നു. ഈ യുവാവ് അനുഭവിക്കുന്നതിനേക്കാളിലും യുവാവിൻ്റെ ആനന്ദത്തിനേക്കാട്ടിലും 100 മടങ്ങ് ഇരട്ടി ആനന്ദം അനുഭവിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവരെയാണ് പറയുന്നത് സയേകോ മനുഷ്യഗന്ധർവാണ മാനന്ദ. അതായത് മനുഷ്യഗന്ധർവന്മാർ എന്നൊരു കൂട്ടരുണ്ട്. അതായത് അവരെന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ഉയർന്ന ഭോഗം അനുഭവിക്കാൻ സാധിക്കുന്ന ശരീരികളാണ് മനുഷ്യഗന്ധർവന്മാർ. ആ മനുഷ്യഗന്ധർവ ജീവാത്മാക്കൾ തന്നെയാണ് ഇവിടെ. ഇവർ നൃത്യം, ഗീതം, വാദ്യം എന്നിവയിൽ പ്രഗത്ഭരാണ് ഈ മനുഷ്യഗന്ധർവന്മാർ അല്ലേ. ആ മനുഷ്യഗന്ധർവന്മാർ ഈ യുവാവ് അനുഭവിക്കുന്നതിനെക്കാട്ടിലും 100 മടങ്ങ് ആനന്ദം അനുഭവിക്കുന്നു. യാജ്ഞവൽക്യ മഹർഷി ഇങ്ങനെ പറയുമ്പോൾ ശിഷ്യന്മാർ ചോദ്യം ചോദിക്കുകയാണ്. ശ്രോത്രിയസ്യ ച കാമഹദസ്യ. ശ്രോത്രിയൻ എന്ന് വെച്ചാൽ വേദം പഠിച്ചവൻ. ച അകാമഹദസ്യ. ശ്രോത്രിയസ്യ ച അകാമഹദസ്യ. അകാമഹദൻ എന്ന് വെച്ചാൽ കാമമില്ലാത്തവൻ, അതായത് വിരക്തൻ. അതായത് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, വേദം പഠിച്ചവരായ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഈ ഗ്രഡേഷൻ പറഞ്ഞു തരാം, നിങ്ങളിത് മനസ്സിലാക്കണം. അതായത് വേദം പഠിച്ചവനും ലോകത്തിനോട് വിരക്തനുമായവൻ. അതായത് എന്തിനോട് വിരക്തൻ? ഈ മനുഷ്യലോകത്തെ കാമനകളിൽ ആശയില്ലാത്തവൻ. ആ വിരക്തൻ മനുഷ്യലോകത്തിരുന്നു കൊണ്ട് തന്നെ മനുഷ്യഗന്ധർവന്മാർ അനുഭവിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുന്നു. അതാണ് ശ്രോത്രിയസ്യ ച അകാമഹദസ്യ. അതായത് ജീവൻ മുക്തന്മാർ ഈ ലോകത്ത് യുവാവ് അനുഭവിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ഇരട്ടി ആനന്ദം, ബ്രഹ്മാനന്ദത്തെ ഈ ലോകത്ത് തന്നെ ഇരുന്ന് അനുഭവിക്കുന്നു. യുവാവിനെക്കാട്ടിലും 100 ഇരട്ടി ആനന്ദം അനുഭവിക്കുന്ന മനുഷ്യഗന്ധർവന്മാർ അനുഭവിക്കുന്ന അതേ ആനന്ദത്തെ ജീവൻ മുക്തന് ഈ ലോകത്ത് തന്നെ ഇരുന്ന് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ബ്രഹ്മാനന്ദമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞു തരികയാണ്. ഒരു ലോകത്ത് പോയി എന്ത് നേടിയേക്കാട്ടിലും അതിനേക്കാട്ടിലും ഇരട്ടിയാണ് ബ്രഹ്മാനന്ദം എന്ന് പഠിപ്പിച്ചു തരികയാണ് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. പക്ഷേ അതിന് നമ്മൾക്ക് എന്ത് വേണം? നമ്മൾ ശ്രോത്രിയരുമായിരിക്കണം, അകാമഹതരുമായിരിക്കണം. വേദം പഠിക്കണം, വേദത്തിൽ ശ്രദ്ധ വേണം, അതുപോലെ ലോകത്തിൻ്റെ നശ്വരതയോട് വിരക്തിയും വേണം. അത് പറഞ്ഞു തരികയാണ്. തേശതം മനുഷ്യഗന്ധർവാണാമാനന്ദാഹം. മനുഷ്യഗന്ധർവ ലോകത്തെ ആനന്ദത്തെക്കാട്ടിലും 100 മടങ്ങ് ഇരട്ടി ആനന്ദമുണ്ട്. അവരെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. സയേകോ ദേവഗന്ധർവാണാമാനന്ദ. അത് ദേവഗന്ധർവന്മാരാണ്. അപ്പോൾ ആദ്യം യുവാവ്, പിന്നെ മനുഷ്യഗന്ധർവൻ, അടുത്തത് ദേവഗന്ധർവൻ. 100 ഇങ്ങനെ കയറി വരികയാണ് ദേവഗന്ധർവന്മാർ. ആ ദേവഗന്ധർവന്മാർ അനുഭവിക്കുന്ന ആനന്ദം ആരനുഭവിക്കുന്നു? ശ്രോത്രിയസ്യ ച കാമഹദസ്യ. അതായത് ദേവഗന്ധർവന്മാർ അനുഭവിക്കുന്ന അതേ ആനന്ദം മനുഷ്യഗന്ധർവ ലോകത്തുള്ള അകാമഹതന്മാർ, ശ്രോത്രിയനും വിരക്തന്മാരും അനുഭവിക്കുന്നു. അപ്പം നമ്മൾ ദേവഗന്ധർവനാകാനൊന്നും ശ്രമിക്കേണ്ട. അതിനൊരുപാട് ജന്മങ്ങൾ കാത്തിരിക്കണം, ഒരുപാട് തപസ്സുകൾ ചെയ്യണം. എങ്കിൽ പുണ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ശരീരങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി നമ്മുടെ സമയം ദേവഗന്ധർവനാകാനോ മനുഷ്യഗന്ധർവനാകാനൊക്കെ പരിശ്രമിക്കുന്നു? അതൊക്കെ വെറും വൃഥാവാണ്. ഈ ലോകത്ത് തന്നെ ഇരുന്നു കൊണ്ട് ശ്രോത്രിയനായാൽ മതി, അകാമഹതനായാൽ മതി, നമ്മൾക്ക് ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ജീവൻ മുക്തിയാണ്, ബ്രഹ്മാനന്ദമാണ് ഏറ്റവും വലുത് എന്ന് പറയുകയാണ്. തേശതം ദേവഗന്ധർവാണാം ആനന്ദഃ. ദേവഗന്ധർവന്മാരെക്കാട്ടിലും 100 മടങ്ങ് ഇരട്ടി ആനന്ദം. അടുത്ത ഗ്രഡേഷൻ പറയുന്നു. സയേക പിതൃണാം ചിരലോകലോകാനമാനന്ദഃ. പിതൃലോകത്തിരിക്കുന്ന ജീവൻ അനുഭവിക്കുന്നു. പിതൃലോകത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചിരലോകം. അതായത് മനുഷ്യരുമായി താരതമ്യം ചെയ്യുമ്പോൾ പിതൃലോകത്തുള്ളവർക്ക് ആയുസ് കൂടുതലാണ്
എന്നാണ് പറയുന്നത്. എനിക്ക് കൃത്യമായി അറിയില്ല, അവിടെ പോയി വന്ന് പറഞ്ഞവരാരുമില്ല. നമ്മളുടെ പൂർവിക പറഞ്ഞുള്ള അറിവ് മാത്രമാണ് നമ്മൾക്കുള്ളത്. പക്ഷെ ജീവൻ മുക്തന്മാരെ നമുക്ക് നേരിട്ട് കാണാം. ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും അവർ അവതരിച്ചു കൊണ്ടേയിരിക്കും. അവരനുഭവിക്കുന്ന ആനന്ദം നമ്മൾക്ക് വേണം നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. പക്ഷേ ഈ ഗന്ധർവന്മാരെയോ പിതൃലോകത്തുള്ളവരെയോ നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, നമ്മൾ എന്തിനു വേണ്ടി അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കുന്നു. ഒന്നും ചെയ്യണ്ട, ഇവിടെ ഇരുന്ന് നമ്മൾ ശാസ്ത്രം പഠിച്ച് വിരക്തനായ ലോകത്തിൻ്റെ നശ്വരതയോട് വൈരാഗ്യമുണ്ടായാൽ നമ്മൾക്കും അതിൻ്റെ എത്രയോ ഇരട്ടി മടങ്ങ് ആനന്ദമായ മോക്ഷാനന്ദത്തെ അടയാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുകയാണ്. ശ്രോത്രിയസ്യ ച അകാമഹതസ്യ, വീണ്ടും പറയുന്നു, ശ്രോത്രിയനും അകാമഹതനുമായ ജീവൻ ദേവഗന്ധർവ ലോകത്ത് വിരക്തി വന്നാൽ അവരെന്ത് ചെയ്യണം? പിതൃലോകത്ത് പോകാതെ തന്നെ ദേവഗന്ധർവ ലോകത്തിരുന്നു കൊണ്ട് പിതൃലോകത്തെ ആനന്ദത്തെ അനുഭവിക്കുന്നു. തേശതം പിതൃണാം ചിരലോക ലോകാനാമാനന്ദാഃ, പിതൃലോകത്തെക്കാട്ടിലും 100 മടങ്ങ് ആനന്ദം അടുത്തത് പറയുകയാണ്. സയേക ആജാനജാനാം ദേവാനാമാനന്ദഃ. ആജാനജാനാം എന്ന് വെച്ചാൽ ദേവലോകത്ത് പിറന്നവർ, അതായത് യജ്ഞ യാഗാദി പുണ്യത്തിലൂടെ ദേവലോകത്ത് പിറന്നവർ. അതായത് ഈ ജന്മം ഞാനിപ്പോൾ ഒരുപാട് യജ്ഞവും ദാനവും പുണ്യവും സ്മാർത്ഥ കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അടുത്ത ജന്മം എന്താ? എനിക്ക് ആജാനജാനനായി ജനിക്കാൻ സാധിക്കും. അതായത് ദേവലോകത്ത് എനിക്ക് ജനിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവരാണ് ആജാനജാന. അങ്ങനെ ദേവതകൾ തന്നെയാണ് അവർ. അതാണ് പിതൃലോകത്തിനെക്കാട്ടിലും 100 മടങ്ങിരട്ടി ആനന്ദമാണ് അവരനുഭവിക്കുന്നത്. അതായത് പിതൃലോകത്തിരിക്കുന്നവർ അനുഭവിക്കുന്നതിനെക്കാട്ടിലും 100 മടങ്ങിരട്ടി ആനന്ദ ഭോഗങ്ങൾ അനുഭവിക്കുവാൻ ആജാനജാനന്മാർക്ക് സാധിക്കും. പക്ഷെ ഒരുപാട് കർമ്മം ചെയ്യണം. ഞാൻ ഈ ജന്മമല്ല, ഒരു 10-100 ജന്മം ഇവിടെ ഇരുന്ന് ഞാൻ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് പുണ്യം പരിഭാഗമാകുമ്പോൾ എനിക്ക് ഒരിക്കൽ ദേവലോകത്ത് ജനിക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ എത്ര സമയം, എത്ര കാലം ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കണം? അപ്പോൾ അതൊന്നും വേണ്ട. ഇവിടെ ഇരുന്ന് പരമാത്മാവ് സർവത്തിലുമുണ്ട്, അല്ലേ, ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് ഉറച്ചാൽ, ആ മോക്ഷാനന്ദം ലഭിച്ചാൽ അത് തന്നെയാണ് ഇതിനെക്കാട്ടിലുമൊക്കെ വലുത് എന്ന് പറഞ്ഞു തരികയാണ്. ശ്രോത്രിയസ്യ ച അകാമഹതസ്യ, ശ്രോത്രിയനും അകാമഹതനുമായി പിതൃലോകത്തിരുന്ന് വിരക്തന്മാർ, പിതൃലോകത്ത് തന്നെ ഇരുന്നു കൊണ്ട് എന്താ ദേവലോകത്ത് പിറന്ന ദേവതകൾ അനുഭവിക്കുന്ന അതേ ആനന്ദത്തെ അവർക്കും അനുഭവിക്കാൻ സാധിക്കും. തേശതമാജാനജാന ദേവാനാമാനന്ദഃ ആനന്ദഃ. തേശതമാജാനജാനാം ദേവാനാമാനന്ദഃ, ആജാനജാനന്മാരെക്കാട്ടിലും 100 മടങ്ങ് ആനന്ദം അടുത്തത്. ഇനി നമുക്ക് അവിടെ മുതൽ പാരായണം ചെയ്യാൻ പഠിക്കണം. ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് ലോകങ്ങൾ, അല്ലേ, അവിടെ പലതരം ജീവാത്മാക്കൾ, അല്ലേ, നമുക്കറിയാം 14 ലോകങ്ങളുണ്ടെന്ന്, അല്ലേ. അതിൽ ഭൂലോകത്ത് നമ്മൾക്ക് മനുഷ്യ ശരീരം കിട്ടി. അത് കഴിഞ്ഞ് ഉയർന്നുയർന്ന് നമ്മൾക്ക് കിട്ടാവുന്ന ശരീരങ്ങളെയാണ് പറയുന്നത്. മനുഷ്യഗന്ധർവൻ്റെ ശരീരം കിട്ടാം, ദേവഗന്ധർവൻ്റെ ശരീരം കിട്ടാം, ആജാനജാനൻ്റെ കിട്ടാം, പിതൃലോക ശരീരമൊക്കെ കിട്ടാം. പക്ഷെ അതിനെക്കാട്ടിലുമൊക്കെ ആനന്ദമാണ് ജീവൻ മുക്തി എന്ന ആനന്ദം. അത്ര മാത്രം ഓർത്താൽ മതി. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ ലോകങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. എന്തോ അവിടെ നടന്നോട്ടെ, സ്വർഗാദി ലോകങ്ങളിൽ പലതരം ജീവാത്മാക്കളുണ്ട്, അത്ര മാത്രം ഓർത്താൽ മതി. ഭൂലോകം കഴിഞ്ഞ് ഭുവഹ സുവഹ മഹഹ ജനഹ തപഹ സത്യ, ഇത്രയും ലോകമുണ്ടല്ലോ. അവിടെ പലതരം പല വെറൈറ്റീസ് ഓഫ് ജീവാത്മാക്കളുണ്ട്. അവർ ഒരുപാട് ഭോഗത്തെ അനുഭവിക്കുന്നുണ്ട്, അല്ലേ. നൃത്യവും വാദ്യവും, അല്ലേ, ഗന്ധർവന്മാരും അപ്സരസ്സുകളും സങ്കല്പിക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് ഭോഗവും ലഭിക്കാനുള്ള അത്രമാത്രം ശക്തരാണ്.
ആ ശരീരത്തിനെക്കാട്ടിലും അതൊക്കെ ഒരു താൽക്കാലികമാണ്. ഇത്ര മാത്രമേ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ യാജ്ഞവൽക്യ മഹർഷി. ഏത് ലോകത്ത് പോയി എന്ത് ആനന്ദം ലഭിച്ചാലും അത് താൽക്കാലികമാണ്. കാരണം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. കഠോപനിഷത്ത് പഠിച്ചവർക്ക് ഓർക്കാം. അതായത് നമ്മുടെ പുണ്യം ക്ഷയിച്ചാൽ നമ്മൾ വീണ്ടും താഴേക്ക് വരും. അതുകൊണ്ട് എന്തിനു വേണ്ടി നമ്മൾക്ക് സ്ഥിരം നിൽക്കാൻ പറ്റാത്ത, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ അറേബ്യൻ നാടുകളില്ലേ, അവിടെ നമ്മൾക്ക് സ്ഥലമൊന്നും വാങ്ങാൻ പറ്റില്ല. അവിടെ 100 വർഷത്തേന് അല്ല 50 വർഷത്തേന് ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് തലമുറ അവിടെ യൂറോപ്പിലൊക്കെ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റില്ല. കാരണം സ്ഥലം അവരുടെയാണ്. മറ്റുള്ള രാജ്യത്തിൽ നിന്നും വന്നവർക്ക് അവർ സ്ഥിരമായി കൊടുക്കില്ല അല്ലേ. അവരുടെ ജോലി കഴിഞ്ഞാൽ അവർ സ്വന്തം നാട്ടിലേക്ക് പോന്നോണം അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അറേബ്യൻ നാടുകളിൽ അങ്ങനെയാണ്. നമ്മൾക്ക് ഫ്ലാറ്റുണ്ട് അല്ലെ വീടുണ്ട് സ്ഥലമുണ്ടെങ്കിൽ ഇത്ര 50 വർഷത്തേന് ഇത്രയേ കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പോന്നോണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ദേവലോകത്ത് മനുഷ്യഗന്ധർവനായാലോ ദേവഗന്ധർവനായാലോ ആജാനജാനൻ ആരാണെങ്കിലും എന്താണ്, ഇത്ര വർഷം മാത്രമേ ഉള്ളൂ ആ സ്ഥാനം. അത് കഴിഞ്ഞാൽ എന്താ, നമ്മൾ മടങ്ങി തിരിച്ച് മനുഷ്യലോകത്തേക്ക് വന്നു. അപ്പോൾ ഈ സ്ഥിരമല്ലാത്ത എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്? അതാണ് യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പറഞ്ഞത്. നമ്മൾ ഒരുപാട് പുണ്യം ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് ദേവഗന്ധർവനായാലും എന്ത് ഭോഗം കിട്ടിയാലും അത് സ്ഥിരമല്ല അല്ലേ. നമ്മൾ ഈ ദുബായിലൊക്കെ പോകുന്ന അവിടെ താമസിക്കുന്ന പോലെ 50 വർഷമോ 100 വർഷമോ കഴിഞ്ഞ് അവർക്ക് തിരിച്ചെഴുതി കൊടുത്ത് നമ്മളിങ്ങ് പോന്നോണം. അല്ലാതെ നമ്മുടെ തലമുറ കൈമാറാൻ സാധിക്കില്ല. അതുപോലെയാണ് ദേവഗന്ധർവനാണെങ്കിൽ 1000 വർഷം അല്ലെ 10000 വർഷം കിട്ടിയാൽ അത് കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരണം. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്ന ഇത്രയേ ഉള്ളൂ. ഈ സ്ഥിരമല്ലാത്ത അസ്ഥിരമായ സ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ സമയം കളയാതെ ഇവിടെ സ്ഥിരമായി കിട്ടുന്ന ഒരേ ഒരു ആനന്ദമുള്ളൂ, എന്നും നിലനിൽക്കുന്ന ആനന്ദമാണ്. അതിനെയാണ് ബ്രഹ്മാനന്ദം എന്ന് വിളിക്കുന്നത്. അതിനു വേണ്ടി പരിശ്രമിക്കൂ. എന്താണ് അതിനു വേണ്ടിയുള്ള പരിശ്രമണം? ശ്രോത്രിയനുമാകുക, അകാമഹതനുമാകുക, ശാസ്ത്രം ശ്രദ്ധയോടെ പഠിക്കുക, അതിൽ ജീവിക്കുക. അത്രമാത്രം ചെയ്താൽ നമ്മൾക്ക് അസ്ഥിരമല്ലാത്ത എന്നും നിലനിൽക്കുന്ന ആനന്ദം ലഭിക്കും. അതാണ് പറഞ്ഞു തരുന്നത്. ബാക്കി പാരായണം കൂടെ നമ്മൾക്ക് നോക്കാം. വ്യാഖ്യാനം അടുത്ത ക്ലാസ്സിൽ കാണാം. സയേക കർമ്മദേവാനാം ദേവാനാമാനന്ദഃ സയേക കർമ്മദേവാനാം ദേവാനാമാനന്ദഃ സ യേ കർമ്മണാ ദേവാനപി യന്തി യേ കർമ്മണാ ദേവാനപി യന്തി ശ്രോത്രിയസ്യ ച കാമഹദസ്യ ശ്രോത്രിയസ്യ ച കാമഹദസ്യ തേ യേഷധം ദേവാനാമാനന്ദഃ സ ഏകോ ദേവാനാമാനന്ദഃ ശ്രോത്രിയസ്യ ച കാമഹദസ്യ ശ്രോത്രിയസ്യ ച കാമഹദസ്യ തേ യേഷധം ദേവാനാമാനന്ദഃ തേ യേഷധം ദേവാനാമാനന്ദഃ സ ഏക ഇന്ദ്രസ്യാനന്ദഃ സ ഏക ഇന്ദ്രസ്യാനന്ദഃ ശ്രോത്രിയസ്യ ച കാമഹദസ്യ ശ്രോത്രിയസ്യ ച കാമഹദസ്യ തേ യേഷധമിന്ദ്രസ്യാനന്ദഃ തേ യേഷധമിന്ദ്രസ്യാനന്ദഃ സ ഏകോ ബൃഹസ്പതേരാനന്ദഃ സ ഏകോ ബൃഹസ്പതേരാനന്ദഃ ശ്രോത്രിയസ്യ ച കാമഹദസ്യ തേ യേഷധം ബൃഹസ്പതേരാനന്ദഃ തേ യേഷധം ബൃഹസ്പതേരാനന്ദഃ സ ഏക പ്രജാപതേരാനന്ദഃ സ ഏക പ്രജാപതേരാനന്ദഃ ശ്രോത്രിയസ്യ ച കാമഹദസ്യ തേ യേഷധം പ്രജാപതേരാനന്ദഃ തേ യേഷധം പ്രജാപതേരാനന്ദഃ സ ഏകോ ബ്രഹ്മണാനന്ദഃ സ ഏകോ ബ്രഹ്മണാനന്ദഃ ശ്രോത്രിയസ്യ ച കാമഹദസ്യ ശ്രോത്രിയസ്യ ച കാമഹദസ്യ സ യച്ഛായം പുരുഷേ യച്ഛാസാവാദിത്യേ സ ഏകഃ സ യച്ഛായം പുരുഷേ
यच्च सवाधित्ये स एकः स एवं विध अस्मात् लोकात् प्रेत्य एतमन्नमयमात्मानमुपसंक्रामति एदं प्राणमयमात्मानमुपसंक्रामति एदं मनोमयमात्मानमुपसंक्रामति एदं विज्ञानमयमात्मानमुपसंक्रामति ഏതമാനന്ദമയമാത്മാനമുപസംക്രാമതി തദപ്യേഷ ശ്ലോകോ ഭവതി. അവിടെ അനുവാകം 8 അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അനുവാകം 8ൻ്റെ സ ഏക കർമ്മദേവാനാം അവിടെ മുതൽ അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനുശേഷം നമുക്ക് ഒരു അനുവാകവും കൂടിയേ ഉള്ളൂ, അനുവാകം 9. അതോടുകൂടി തൈത്തിരീയ ഉപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലി അവസാനിക്കും. ബാക്കി കാണാം. ഓം ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവത്തുര്യമാം ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തതു വക്താരമവതു അവധു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.